Hi, I'm Dr. Rubaya from Livayur Ayurveda ചികിത്സാലയം വടക്കഞ്ചേരി പാലക്കാട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്രോസൺ ഷോൾഡർ. ഫ്രോസൺ ഷോൾഡർ എന്ന് വെച്ചാല് നമ്മുടെ ഷോൾഡർ ജോയിന്റ് അവിടെ സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ പെയിനോ നമ്മുടെ ആക്ഷൻസിൽ സ്ലോ ആവാം, ആ വേദന കാരണം മൂവ്മെന്റ്സ് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആവാം. ഇതിനെയാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. ഇത് ഒരു സ്പോർട്സ് ഇഞ്ചുറി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോൺസ്, ടെൻഡൻസ് ആൻഡ് ലിഗമെന്റ്സിലുള്ള കണക്റ്റീവ് ടിഷ്യൂസിലുള്ള ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇഞ്ചറി കാരണം അതിൽ വരുന്ന ഒരു ചെറിയ ഡിഫക്ട്സ് അതിൽ ലിഗമെന്റ് ടിയർ പോലെയോ അല്ലെങ്കിൽ ലിഗമെന്റിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ പോലുള്ളത് കാരണം നമ്മുടെ മൂവ്മെന്റ്സ് ഷോൾഡറിന്റെയും ഹാൻഡ്സിന്റെയും ആയിട്ടുള്ള മൂവ്മെന്റ്സ് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം. അതുകൊണ്ടും ഫ്രോസൺ ഷോൾഡർ വരാം. ഇനി ചിലരിൽ സ്ട്രോക്ക് പേഷ്യൻസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഓർ ഹൈപ്പർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഡയബറ്റിക് മിക്ക കുറെ പേഷ്യൻസിൽ കാണുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി കാരണമോ അല്ലെങ്കിൽ ഡയബറ്റിക് കൊണ്ട് തന്നെ ഫ്രോസൺ ഷോൾഡർ ആയി പോകുന്ന അവസ്ഥയും ഉണ്ട്. സർവിക്കൽ സ്പോണ്ടിലൈസിസ് കാരണം, അതായത് ഡിസ്ക് ഡിസ്പ്ലേസ്മെന്റ് കാരണം നമുക്ക് ഷോൾഡർ ജോയിന്റ് റെസ്ട്രിക്റ്റഡ് ആവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കാച്ചിങ് ടൈപ്പ് ഓഫ് പെയിൻ വരികയോ ചെയ്യും. പക്ഷെ മിക്ക പേഷ്യൻസും നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ഡോക്ടറെ കഴുത്ത് വേദനിക്കുന്നു അല്ലെങ്കിൽ കൈ ഷോൾഡറിന്റെ വേദനിക്കുന്നു അത്രേ പറയുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ കാച്ചിങ് ടൈപ്പ് ഓഫ് പെയിൻ പറയണത്, അല്ലെങ്കിൽ പ്രിക്കിംഗ് നേച്ചർ പറയാ, അല്ലെങ്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ ടൈപ്പ് ഓഫ് നെക്കല് ബേണിംഗ് സെൻസേഷൻ പറയാം. അപ്പോൾ ഇത് വെച്ച് നമ്മൾ അതേപോലെ ഒരു ബ്ലഡ് റിപ്പോർട്ട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് മേ ബി ഡയബറ്റിക് കൊണ്ടാണോ, ഇനി കൊളസ്ട്രോൾ കൊണ്ടാണോ, ഇനി BP ടാബ്ലറ്റ് അവർ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണോ, ഇനി സർവിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ CT or MRI എടുക്കുമ്പോഴാണ് നമുക്ക് ഡിസ്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഗൈഡ് അല്ലെങ്കിൽ അതിനുള്ള മാനേജ്മെന്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് മാറ്റാൻ കഴിയും. ഒരു മോഡ് ഓഫ് ലൈക്ക് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ലൈക്ക് ഫിസിയോ പോലുള്ളത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നല്ല ഡീജനറേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നറിഷ്മെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഡിസ്കിലേക്കോ അത് ഇനി വേറെ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ കഴിയും. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഇപ്പൊ കൈ വേദന തുടങ്ങുന്നു പറയുമ്പോൾ തന്നെ വേഗം ഡോക്ടറിനെ കാണുകയും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് ആൻഡ് മാനേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ചെയ്യാൻ കഴിയും. ടേക്ക് കെയർ. താങ്ക് യു.